അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാ കേട്ടോ ബാലു? മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാർ. ആക്ച്വലി ഒരു പാവമാണ്, ഒരു 90% പാവമായിട്ടുള്ള ആളാണ്. പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, എന്താ ഉറക്കം വരുന്നു. ഇപ്പൊ സെറ്റില് ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. ഇപ്പൊ സെറ്റില് ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ നാണം കേട്ടല്ലോ. അത് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവിടെ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ചു കൊടുക്കും. നട്ടലില്ലാതെ നട്ടൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. ഒരുപക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടെങ്കിൽ പുള്ളിയുടെ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുണ്ട്. പക്ഷെ നമുക്കത് പറ്റില്ല. ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ്. പുള്ളി പറയുന്നതിനെല്ലാം എസ് മൂടിയ ഓക്കെയാണ്. അദ്ദേഹത്തെ ആ ഒരു ഏർലി മോർണിംഗ് ഒരു 3 മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് അരമണിക്കൂർ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പക്ഷെ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്തായിട്ടാണ്. അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി, ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് ആ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാതെ ഞാനവിടെ നിൽക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റമായിട്ടല്ല, പുകഴ്ത്തിയാണ് പറയുന്നത്. എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടി എന്ന് പറയുന്നത് ദൈവമൊന്നും അല്ലല്ലോ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. അങ്ങേരുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറേ തെണ്ടിത്തരവും തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ. പുള്ളിയുടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെയാണ് അങ്ങനെ ഇറക്കി വിട്ടുന്നെങ്കിൽ പിന്നെ ആ വണ്ടിയിൽ ഞാൻ കയറത്തില്ല, ഞാൻ നല്ല തെറിയും കൊടുക്കും. ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്, ഒരാളുടെ അല്ല. പക്ഷെ ഇവരെല്ലാം ഈ ഒരാളെയാണ് ആരാധിക്കുന്നത്. അപ്പം മമ്മൂക്കട മാത്രം ഇത്. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന എല്ലാ പടവും വിജയിക്കണം. ഒരു ദിവസം പോലും തികച്ചോടാത്ത പടങ്ങളുണ്ട്. കുറ്റമില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നീചമായ പ്രവൃത്തിയിൽ ഒരാളെ ഏർലി മോർണിംഗിന് റോഡിൽ വിളിച്ചുകൊണ്ട് വന്നിട്ട് റോഡിൽ ഇറക്കി വിടുക, നല്ലൊരു ഷായലൊക്കെ ഇട്ട് നല്ലൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഷർട്ട് ഉരിപ്പിച്ച് വിടുക, മനസ്സിലായേ? അങ്ങനെയുള്ള പല പല കുത്സിതങ്ങൾ പുള്ളിക്കുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. എന്നെ തൊഴിൽ പോയില്ലേ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.